VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ്. അവിടെ വിശേഷങ്ങൾ നല്ല വിശേഷം. ഇന്നലെ വയനാട്ടിലായിരുന്നു, ഇന്നിപ്പോ കോഴിക്കോടാണ്. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കൂലേ രഞ്ജിത്ത്? കോഴിക്കോട് ഇന്ന് വൈകിട്ട്, ഇന്ന് രാവിലെ നമ്മൾ ഒരു വലിയ വിദ്യാർത്ഥി സംഗമം വെച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട്. ഇന്ന് ലോകത്തിലെ ഹെൽത്ത് ഡേ ആണ് ഇന്ന്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ലഹരി ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്ദേശത്തോടു കൂടി നമ്മളിന്ന് വലിയൊരു പ്രോഗ്രാം കോഴിക്കോട് ബീച്ചിൽ കുട്ടികളെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ കാലത്തെ ഈ ആരോഗ്യം സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് VS രഞ്ജിത്ത് ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഘടകം എന്താ? സത്യം പറഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. നമ്മൾ വ്യായാമം ചെയ്യണമെന്ന് പറയും, എല്ലാ ദിവസവും വിചാരിക്കും വ്യായാമം ചെയ്യണമെന്ന്. പക്ഷേ മിക്കവാറും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ ജോലി തിരക്കിനിടയിൽ നടക്കാറില്ല. പിന്നെ നമ്മൾ ഈ ഭക്ഷണത്തിൽ കാണിക്കുന്ന മിതത്വം, ഈ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം പിന്നെ മരുന്ന് പോലെ കഴിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പറയും. ഇപ്പം നമ്മൾ ആഹാരം അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം പതുക്കെ കുറച്ച് മരുന്ന് പോലെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിതത്വം എന്നുള്ളതാണ് ആരോഗ്യം ശ്രദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കിതൊക്കെ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലെ ഇങ്ങനെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കൂ എന്നിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴേക്കും വയറ് നിറയണം എന്നൊരു ബോധം വരും. അതാണ് ഏറ്റവും വലിയ അനാരോഗ്യത്തിന്റെ കാരണവും. വയറ് നിറച്ച് കഴിക്കരുതെന്നുള്ളതാണല്ലോ. ശരിയാണ്. അപ്പോ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് വന്നാൽ, ഈ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം, അതിലിപ്പോ വ്യാപക പ്രതിഷേധമാണ്. മലപ്പുറം ജില്ലക്കെതിരെയായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ വിവാദ പ്രസംഗം നടത്തിയത്. ഏതു വഴിക്കായിരിക്കും ഇപ്പൊ ഇന്നത്തെ പ്രതിഷേധം? റോഷ്നി, അതൊട്ടും ആരോഗ്യകരമല്ലാത്തൊരു പ്രസ്താവനയാണ്. ഇന്നിപ്പോൾ ആരോഗ്യ ദിനമായതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ആരോഗ്യത്തിനൊട്ടും ഗുണകരമല്ലാത്ത ഒരു പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ കൂടി കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ശക്തിയായിട്ടുള്ള SNDP പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അതിൽ അർദ്ധസത്യങ്ങളോ അർദ്ധോക്തികളോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം മലപ്പുറത്തെത്തുമ്പോൾ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ വിദ്വേഷം ഉണ്ടാക്കും. ആ വിദ്വേഷ പരാമർശത്തോടൊപ്പം നടത്തിയിട്ടുള്ളത് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് താമസിക്കുന്ന ഈഴവ ന്യൂനപക്ഷത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് അതൊരു മലപ്പുറം വിരുദ്ധ പ്രസ്താവന എന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തോട് തന്നെ അതിലൊരു അനീതി ഉണ്ട് എന്നുള്ളതാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും വിവിധ സാമുദായിക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ട്. ഈഴവ സമുദായത്തോട് മൊത്തത്തിൽ ഈഴവ സമുദായത്തിൻ്റെ സ്വാഭാവികമായിട്ടും അവരുടെ നീതിക്കും ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് SNDP. അതിൽ അവകാശപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാണ് നേരിട്ട് പറയേണ്ടിയിരുന്നത്. അതിന് പകരം മലപ്പുറത്തെ പശ്ചാത്തലമാക്കി പറഞ്ഞതിനെതിരെ വലിയ വിമർശനമുണ്ട്. ലീഗ് നേതാക്കന്മാർ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഇന്ന് അതിനെതിരെ പ്രതിഷേധവും പ്രസ്താവനയും നടത്തും. മുസ്ലിം ലീഗിൻ്റെ PMA സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതിനകം തന്നെ അതിനെതിരെ പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും CPM ഒക്കെ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കത്തോലിക്ക സഭ ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. നമ്മളൊക്കെ അത് വളരെ ആശ്ചര്യത്തോടെയാണ് കേട്ടത്. എങ്ങാനും അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വെച്ച് എന്തായിരിക്കും അവസ്ഥ VS രഞ്ജിത്ത്? അതൊക്കെ അതായത് കേരള രാഷ്ട്രീയത്തിൽ ഈ കത്തോലിക്ക സഭയുടെ ഒരു പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നത് മിക്കവാറും കേരള കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ ഒരു മൊത്തം ഡീലിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ ബിഷപ്പ് കൗൺസിലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ KCBCയുടെ ഒക്കെ പ്രസ്താവനയെ അവഗണിക്കുന്ന ഒരു രീതി ഉണ്ടായി. അതുമാത്രമല്ല, സഭ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് വനം വന്യജീവി വിഷയം. ഈ വിഷയത്തിലും കർഷകർക്ക് അനുകൂലമായൊരു നിലപാട് സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം, വന്യജീവി ആക്രമണത്തിൽ ഇന്ന് ജനങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് സമരം നടത്തിയത്. പക്ഷെ അതിൻ്റെ കൂടെ വഖഫ്
ഓർത്തഡോക്സ് ഭേദഗതി ബില്ല് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ സഭ ഇങ്ങനെ അസ്വാരസ്യവും നിരാശയും പ്രകടിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങളെ കേട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ വരില്ല, ഞങ്ങൾ സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും. അച്ഛന്മാരും മെത്രാന്മാരും പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ സ്വന്തമായി അവകാശങ്ങൾക്ക് വേണ്ടി ഭരണത്തിലും അധികാരത്തിലും എത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കുമുള്ളൊരു താക്കീതാണ്. പ്രത്യേകിച്ച് സഭയുടെ പിന്തുണ കാത്ത് BJP ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രൈസ്തവ സംഘടന ഉണ്ടാക്കണം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് BJP ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശരിയാണ് ബേസരഞ്ജിത്ത്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവിടണമെന്ന് ഈ ക്രൈസ്തവ സഭകളൊക്കെ ഒരുപാടായി പറയുന്നു. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ റോഷ്നി വലിയൊരു വോട്ട് ബാങ്ക് തന്നെയായിരിക്കും. എന്തായാലും നോക്കാം, നമുക്ക് രാഷ്ട്രീയ കേരളത്തിൽ പാർട്ടികൾക്കൊട്ടും കുറവില്ല. അപ്പോൾ ഇനി പുതിയൊരു പാർട്ടി കൂടി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ VS രഞ്ജിത്ത്, അപ്പോൾ എന്തായാലും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ല ആരോഗ്യമുള്ള എന്തായാലും VS രഞ്ജിത്തിന് എന്നും കൂടി ഓട്ടമായിരിക്കും, പക്ഷെ ഇതൊരു നല്ല കാര്യത്തിനാണ് അല്ലെ. ഈ ദിവസമെങ്കിലും ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കൂ, വ്യായാമമൊക്കെ ഒന്ന് ചെയ്യൂ. ഓക്കെ ശരി VS രഞ്ജിത്ത്, അപ്പൊ നമുക്ക് വരും മണിക്കൂറുകളിലും വാർത്തകളുമായി കാണാം. നമ്മുടെ അതിഥി ഇതേ കാത്തു നിൽക്കുന്നുണ്ട്.